നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോനെ, കല്യാണ തലേന്നാണ് ഇപ്പൊ വിളിച്ചത് ബുദ്ധിമുട്ടായി എന്നൊക്കെ അമ്മായിക്ക് അറിയാം. അതൊന്നും സാരമില്ല അമ്മായി. എന്താ അമ്മായി വിളിച്ചേ? നമ്മൾ തമ്മിൽ വാക്ക് പറഞ്ഞതുപോലെ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ശിവൻ ചേട്ടനും മക്കളും ഇനി നിത്യയുടെ വീടിന്റെ അയൽവക്കത്ത് പോലും വരാൻ പറ്റില്ല. അങ്ങനെയല്ലേ ഒട്ടിച്ച് പിരിഞ്ഞത്. അമ്മായിയുടെ കഴിവിന്റെ കാര്യത്തിലേ എനിക്ക് ഒരു സംശയവുമില്ല. അയ്യോ, അതുകൊണ്ടാണല്ലോ ഇക്കാര്യം ഞാൻ അമ്മായി തന്നെ ഏൽപ്പിച്ചത്. അപ്പൊ എങ്ങനെയാ ബാക്കി കാര്യങ്ങള്? ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് കാര്യങ്ങൾ? മോനെ, കാര്യം കഴിയുന്നവരെ നാരായണ, കാര്യം കഴിഞ്ഞ കൂരായണ എന്ന് പറഞ്ഞുള്ള ഏർപ്പാടുണ്ടല്ലോ. ദേ, ഈ അമ്മായിയോട് കാണിക്കല്ലേ. ഇനി മോന്റെ വാക്കാ പാലിക്കേണ്ടത്. ഞാൻ എന്റെ വാക്ക് പാലിക്കും. അക്കാര്യത്തിലേ ദേ മാറ്റമൊന്നുമില്ല. അല്ല, നിത്യയെ മോൻ വേണ്ടാന്ന് പറഞ്ഞു. വിമലിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് കുഴപ്പമില്ലാന്ന് മോൻ പറഞ്ഞു. എന്നാ പിന്നെ എന്തിനാ വെറുതെ മണ്ഡപം വരെ വലിച്ചയച്ചോണ്ട് പോന്നേ? മോൻ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞൂടെ നിങ്ങൾ കല്യാണത്തിന് പിന്മാറിയെന്ന്? പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ ഞാനും മോനും കൂടെ ഏട്ടന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു, കല്യാണം കഴിക്കുന്നു. എന്റെ അമ്മായി, ഇതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമാണോ? രണ്ട് കുടുംബങ്ങളെ വിവാഹത്തിന് തയ്യാറായി നിൽക്കുക. അമ്മായി നാളെ വിമലുമായിട്ട് മണ്ഡപത്തിലോട്ട് വാ. എന്നിൽ നിന്നും കല്യാണം ഒഴിഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ അവിടെ ചെയ്തിരിക്കും. പക്ഷേ എനിക്കെന്തോ ഒരു വിശ്വാസക്കുറവ് പോലെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, നളിനി അമ്മായിയെ എനിക്ക് ചതിക്കാൻ പറ്റില്ല. കാരണം എന്താ? എന്താ? അമ്മായി നല്ല സ്ട്രോങ് അല്ലേ? അത് ഓർമ്മയുണ്ടായാ മതി. നാളെ ഞാൻ മോനെയും കൂട്ടി മണ്ഡപത്തിൽ കയറി വന്നിട്ടേ മോൻ ഈ പറഞ്ഞതൊന്നും സംഭവിച്ചില്ലെന്നിരിക്കട്ടെ. ചെളിവടക്കം നളിനി ഒരു പൊളിച്ചെടുക്കലുണ്ടാവും. അയ്യോ, അത് കഴിഞ്ഞ പിന്നെ മാനത്തോടെ ഈ നാട്ടിൽ ജീവിക്കാൻ മോനും മോന്റെ കുടുംബത്തിനും കഴിഞ്ഞൂന്ന് വരില്ല. മറ്റൊന്നും സംഭവിക്കാത്ത രീതിയിൽ നാളെ ഞാൻ മണ്ഡപത്തിലേക്ക് എത്തുന്നു. നിങ്ങളും പിന്നീട് അവിടെ നടക്കുന്ന സംഭവങ്ങളായിരിക്കും എല്ലാവരുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റിക്കുന്നത്. മുഹൂർത്തം റെഡിയാ, മണ്ഡപം റെഡിയാ, ദേ പെണ്ണു റെഡിയാ. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതുപോലെയായി നമ്മുടെ അവസ്ഥ. എന്തായിരുന്നു കുറച്ചു ദിവസം ആളും അനക്കവും ബഹളവും. ഇപ്പൊ വീണ്ടും നമ്മൾ രണ്ടാൾ മാത്രമായി. അച്ഛന് നല്ല സങ്കടമുണ്ടല്ലേ? ഉണ്ട് മോളെ. അത് നല്ലിനെ കുറിച്ച് ഓർത്തിട്ടൊന്നുമല്ല. അവള് പണ്ടേ ഇങ്ങനെ തന്നെയാ. നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കും, മുഖം വെറുപ്പിക്കും, ഇറങ്ങിപ്പോവുകയും ചെയ്യും. അത് ശീലായി. പക്ഷെ നിന്റെ ചെറിയച്ഛനുണ്ടല്ലോ, ശിവാനന്ദൻ, കുറെ കാലം മിണ്ടാതെയും കാണാതെയും ഒക്കെ ഇരുന്നിട്ട് അവൻ തിരിച്ചു കയറി വന്നപ്പോ വല്ലാതെ മോഹിച്ചു പോയി ഞാൻ. എന്റെ കയ്യിനും കാലിനൊക്കെ ഒരു ബലം വെച്ച പോലെ തോന്നല്. പക്ഷേ ബാക്കി ഉണങ്ങാത്ത മനസ്സുമായിട്ടാണ് അവനും കുടുംബവും കയറി വന്നതെന്ന് വൈകിയാണല്ലോ ഞാൻ തിരിച്ചറിഞ്ഞത്. സാരമില്ല. ഇവർക്കൊക്കെ ഇതെന്താ പറ്റിയെന്ന് മനസ്സിലാവാത്ത എന്ത് തെറ്റിയതിട്ടച്ച നമ്മൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? വേണ്ട, അതൊന്നും ആലോചിച്ച് മനസ്സ് കിടത്തേണ്ട അവസ്ഥയല്ലല്ലോ നമ്മള്. നാളെ രാവിലെ കല്യാണ, എന്റെ മോളുടെ ജീവിതത്തിന്റെ പുതിയൊരു തുടക്കം. നമുക്കതിനെ കുറിച്ച് ചിന്തിക്കാം മോളെ. ഭൂമിയിലെല്ലാവരും ബന്ധുബലത്തിന്റെ നടുവിലാണല്ലോ നടക്കുന്നത്. തനിച്ച് നടക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട്. അച്ഛനും മോളും ആ കൂട്ടത്തിലാണെന്ന് കരുതിയാ മതി.
മോളെ? ഇപ്പൊ ഈ വീട്ടിലെ സങ്കടം പറയാൻ നമ്മൾ രണ്ടുപേരുണ്ട്. നാളെ മുതല് അച്ഛൻ മാത്രമാവും വീട്ടില്. സങ്കടാവില്ലേ? ഒരാളോട് മിണ്ടാൻ പോലും ആവാതെ ഭ്രാന്ത് പിടിക്കില്ല അച്ഛന്. ആര് പറഞ്ഞു മിണ്ടാനാളില്ലെന്ന്? ഞാൻ എപ്പോഴും പറയാറില്ലേ അമ്മയുടെ ഒക്കെ തന്നെ ഉണ്ടെന്ന്. അവൾ അങ്ങനെയൊന്നും പോവില്ല മോളെ. പിന്നെ നിന്റെ കാര്യം, ഈ കയ്യെത്തും ദൂരത്തിരിക്കുന്നത് പോലും ഒന്നെടുക്കണമെങ്കിൽ മോളെ മോളെ എന്ന് വിളിച്ച് ശീലിച്ചതിന്റെ ഒരു കുഴപ്പമുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കേണ്ടി വരും, അല്ലാതെന്താ? പിന്നെ നീ എപ്പോഴും വരുമല്ലോ. സദാനന്ദ, ജീവിതം ഇങ്ങനെയാ. കൈപിടിച്ചിരുന്നവരെ ഓരോരുത്തരായിട്ട് അടുത്തേക്കും അകലത്തേക്കും ഏറ്റു പോവും. പിന്നെ തനിച്ചാവും. എന്നേക്കുമായി തനിച്ചാവുന്നൊരു യാത്രയുടെ ഒരു തുടക്കം. ഇതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ എങ്ങും പോകുന്നില്ലെന്ന്. അപ്പോ അത് കേട്ടാ മതിയായിരുന്നില്ലേ? മോളുടെ കല്യാണം സമയത്ത് നടത്താതിരിക്കുന്ന ഒരു അച്ഛനാകണോ ഞാൻ? എന്റെ മോളെ, മുകളിൽ ചെല്ലുമ്പോഴേ ഇതിനൊക്കെ കണക്കുണ്ട്. സദാനന്ദ, നീ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ചെയ്തിട്ടുണ്ടോ? അപ്പൊ അച്ഛന് പറയണ്ടേ എന്റെ മോള് സന്തോഷത്തിൽ നിൽക്കുന്ന കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്, അവൾക്ക് വേണ്ടതൊക്കെ വേണ്ട സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന്. ജീവിതത്തിൽ എന്തെങ്കിലും വെട്ടിപ്പിടിച്ചോ എന്ന് ചോദിച്ചാ അച്ഛന്റെ കയ്യിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഒരു 10 ജന്മത്തിന്റെ അഭിമാനം പറയാൻ നീ മാത്രം മതി. അച്ഛനെ കുറിച്ച് ഓർത്താ മോൾക്ക് സങ്കടം വരും. പകരം ആ ചിന്ത മാറ്റിവെച്ച് നിനക്ക് കിട്ടാൻ പോകുന്ന പുതിയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. ഒരു ചെറിയ സങ്കടം തോന്നിയാലും എന്നെ വിളിക്കണോട്ടോ. വിളിച്ചു വരുത്തുന്നത് ബുദ്ധിമുട്ടല്ലേ എന്ന് തോന്നിയിട്ട് ചെയ്യാതിരിക്കരുത്. കാറുകാരോടും ബസ്സുകാരോടൊക്കെ ചോദിച്ചാ അവരിവിടുന്ന് സുജാതയുടെ വീട്ടിലേക്കുള്ള ദൂരം കൃത്യമായിട്ട് പറഞ്ഞു തരും. പക്ഷേ അച്ഛനും മോൾക്കിടയിൽ അങ്ങനെ ഒരു ദൂരം ഇല്ലല്ലോ. നീ ഇവിടെ അച്ഛന്റെ നെഞ്ചിനകത്ത് തന്നെയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.